മഴ വരുമ്പോൾ ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് പറഞ്ഞു തരാനുണ്ട്. 2 ആഴ്ചയ്ക്കകം കേരളത്തിൽ കാലവർഷം എത്തുമെന്നതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പനി, അതുപോലെ തന്നെ മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെന്താണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. മഴക്കാല രോഗങ്ങൾ, വൈറൽ പനി, കൊതുക് പരത്തുന്ന രോഗങ്ങൾ, എലിപ്പനി, മഞ്ഞപ്പിത്തം, ഈ രോഗങ്ങളൊക്കെ പ്രധാനപ്പെട്ട വില്ലനാണെന്ന് അറിയാമല്ലോ. മഴക്കാലത്താണ് ഇതൊക്കെ വരുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് വിവിധതരം പനിയാണ്. എനിക്കിപ്പോൾ ഒരു പനിയുടെ തുടക്കമാണോ എന്ന് തോന്നുന്നു, പക്ഷെ മരുന്ന് കഴിക്കുന്നുണ്ട്, മാറുമായിരിക്കും. മഞ്ഞപ്പിത്തം, ചിക്കുൻഗുനിയ, ടൈഫോയിഡ്, മലേറിയ, എലിപ്പനി തുടങ്ങി പല തരത്തിലുള്ള അസുഖങ്ങളാണ് മഴക്കാലത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കാനും നമ്മൾ ചില മുൻകൈയൊക്കെ എടുക്കണം, അതിനുള്ള മുൻകരുതൽ എടുക്കണം. പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്താണ് എന്നത് കൂടി പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യക്തിശുചിത്വമാണ്. നമ്മൾ വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഏറ്റവും നന്നായി ഉറപ്പാക്കുക. കൊതുക് നിർമ്മാർജ്ജനം, നേരത്തെ കൊതുക് കെട്ടിക്കിടക്കുന്നതൊക്കെ കണ്ടില്ലേ, അതുപോലെയുള്ള ഒഴുക്കില്ലാത്ത സ്ഥലങ്ങളിൽ കൊതുക് കെട്ടിക്കിടക്കുന്നത് അതൊക്കെ ഒഴിവാക്കണം. ശുദ്ധജലം വേണം കുടിക്കാൻ. മഴക്കാല രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഈ ശുചിത്വമില്ലായ്മയും പ്രതിരോധശേഷി കുറവുമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം, കൊതുകുകൾ കൂടുന്നത്, അതൊക്കെ രോഗം പടരാൻ കാരണമാകും. അതുകൊണ്ട് പൂർണ്ണമായും നല്ല ശുചിത്വം പാലിക്കുക. പകർച്ചവ്യാധികൾ തടയാനായിട്ടുള്ള പ്രധാനപ്പെട്ട വഴി അതുതന്നെയാണ്. വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം കാണണം. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും അകത്തെത്തുന്ന മാലിന്യത്തിൽ നിന്നാണ് മഞ്ഞപ്പിത്തമൊക്കെ വരുന്നത്. മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, ഇതൊക്കെ കൊതുക് പരത്തുന്ന സാംക്രമിക രോഗങ്ങളാണ്. അതുകൊണ്ട് കൊതുക് എവിടെയെങ്കിലും പെറ്റുപെരുകാനായിട്ടുള്ള സാഹചര്യം കാണുകയാണെങ്കിൽ, ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ ചിരട്ടയ്ക്ക് ഒന്ന് കമിഴ്ത്തി വെക്കുക. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം, ഇതൊക്കെ മലിനജലത്തിലൂടെ പടരുന്നതാണ്. ജലജന്യ രോഗമാണെന്ന് ചുരുക്കം. മലിനജലം കെട്ടിക്കിടക്കരുത്. തണുത്തതും പഴകിയതുമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഇനി അങ്ങോട്ട് ഒരു 2-3 മാസം അങ്ങ് ഒഴിവാക്കിയേക്കുക. ഫ്രിഡ്ജിലൊന്നും വെച്ചതൊന്നും എടുത്ത് കഴിക്കേണ്ട. നല്ല ചൂട് ഭക്ഷണം കഴിക്കുക. ശുദ്ധജലം അത് തിളപ്പിച്ചാറിച്ച് കുടിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു മഴക്കാലത്ത് വരാൻ സാധ്യതയുള്ളത് ത്വക്ക് രോഗങ്ങളാണ്. നനഞ്ഞ വസ്ത്രങ്ങൾ അത് ഒരു കാരണവശാലും ധരിക്കരുത്. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിലും ശുദ്ധജലം ഉപയോഗിക്കുന്ന കാര്യത്തിലും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫംഗസ് ബാധ അതുണ്ടാകാനും ഈ മഴക്കാലത്ത് സാധ്യതയുണ്ട്. പുഴുക്കടി പോലെയുള്ള ത്വക്ക് രോഗങ്ങളൊക്കെ വരാറുണ്ട്. നല്ല ഉണങ്ങിയ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. മലിനജലത്തിൽ കുളിക്കുന്നത്, നടക്കുന്നത്, അതൊക്കെ ഒഴിവാക്കണം. ചിലപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി, ജലാശയത്തിലൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് തോന്നും. പക്ഷേ അത് നല്ല വെള്ളമാണോ എന്ന് നോക്കിയിട്ടേ ഇറങ്ങാവുള്ളൂ ചുരുക്കം. അതുപോലെ ഈ പഴയ കെട്ടിടങ്ങളിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തണം. എവിടെയെങ്കിലുമൊക്കെ വിള്ളൽ കാണുന്നുണ്ടെങ്കിൽ അത് ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നമ്മൾ എടുക്കണം. ഒഴുക്കുള്ള വെള്ളമാണെങ്കിൽ അതിൽ ഇറങ്ങരുത്, അപകട സാധ്യത കൂടുതലാണ്. ജലാശയങ്ങളിൽ കുട്ടികളെ ഇറക്കുമ്പോൾ മുതിർന്നവർ നിർബന്ധമായും ഒപ്പമുണ്ടാകണം. അതുപോലെ തന്നെ കിണർ കെട്ടിയിട്ടില്ലെങ്കിൽ അതിന് പാരപ്പെറ്റ് കെട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് അപകട സാധ്യത കുറയ്ക്കാം. അതുപോലെ മഴക്കാലത്ത് വണ്ടി ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. വാഹനങ്ങളൊക്കെ നേരത്തെ തന്നെ സർവീസ് ചെയ്തൊക്കെ ഇടണം. രാത്രി യാത്രയും വേഗത കുറയ്ക്കലും ഒക്കെ നമുക്കറിയാമല്ലോ, അതൊക്കെ ചെയ്യണം. കാറ്റും മഴയും റോഡിലെ വെള്ളക്കെട്ടും ഒക്കെ വരുമ്പോൾ അതൊക്കെ വാഹനത്തിൽ പോകുന്നവർക്ക് ഒരു വലിയ ഭീഷണിയാണ്. ശ്രദ്ധിക്കണം കേട്ടോ. വാഹനങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം, അപകട സാധ്യത ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി. വാഹനങ്ങളിലെ ലൈറ്റ്, ബാറ്ററി, വൈപ്പർ, ഇതൊക്കെ കാര്യക്ഷമമായിട്ടാണോ ഇരിക്കുന്നത് എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ സ്പീഡ് വേണ്ട. സ്പീഡിലൊരു ത്രില്ലുണ്ടാകും, പക്ഷേ അതോടെ ജീവിതം തീർന്നു കഴിഞ്ഞാൽ എല്ലാ ത്രില്ലും പോകും. രാത്രി യാത്രകളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം.